പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഹരിമാഷുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, ചുറ്റുപാടുമൊന്ന് നോക്കൂ. എന്തെല്ലാം തരത്തിൽപ്പെട്ട ചെടികൾ, മരങ്ങൾ, അവയുടെ ഇലകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഇലകളിലെ വൈവിധ്യം മനസ്സിലായില്ലേ? ഇലകൾ ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? മഴ പെയ്യണം, അല്ലേ? വേനലിൽ ഉണങ്ങി വരണ്ട മരങ്ങളും ചെടികളുമെല്ലാം മഴ പെയ്യുമ്പോൾ തളിർത്ത് പൂത്ത് കായ്കളായി നിൽക്കുന്നത് കാണുന്നത് എന്തു ഭംഗിയായിരിക്കും, അല്ലേ? ഇത് ഏത് ചെടിയാണെന്ന് അറിയാമോ? ഇതൊരു ഔഷധ ചെടിയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഹാഗണി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പലതരം ചെടികളും മരങ്ങളും അവയിലെ ഇലകളിലെ വൈവിധ്യങ്ങളും ഒക്കെ കണ്ടു, അല്ലേ? നിങ്ങളുടെ വീട്ടിലും പലതരം മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ പോട്ടെ, ഈ വർഷത്തെ പുതിയ പുസ്തകം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇതാണ് പുതിയ പുസ്തകം. അതിൽ കേരള പാഠാവലി 1-ാം ഭാഗത്ത് വരുന്ന 1-ാം യൂണിറ്റിലെ ഇലകൾ എന്ന കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇലകൾ. ഈ ഇലകൾ എന്ന കവിത ആരാണ് എഴുതിയതെന്ന് നിങ്ങൾക്കറിയാമോ? ജി കുമാരപിള്ള. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജി കുമാരപിള്ളയെക്കുറിച്ച്? കേട്ടിട്ടില്ലാത്ത കൂട്ടുകാർക്കായി ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. 1923 ആഗസ്റ്റ് 22-ന് വെന്നിമലയിൽ പെരിങ്ങര പി ഗോപാലപിള്ളയുടെയും പാർവതി അമ്മയുടെയും മകനായി കോട്ടയത്താണ് ജി കുമാരപിള്ള ജനിച്ചത്. ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം അദ്ദേഹം കരസ്ഥമാക്കി. മുംബൈയിൽ ഗുമസ്തനായും സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രൊഫസറായിരുന്നു. 1961 മുതൽ 1969 വരെ കേരള സർവകലാശാലയുടെ സെനറ്റ് അംഗമായിരുന്നു. അരവിന്ദൻ്റെ, അതായത് പ്രശസ്ത സിനിമാ സംവിധായകൻ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, അന്തരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരായനം എന്ന സിനിമയിലെ ഒരു ഗാനം, അതായത് ഹൃദയത്തിൽ രോമാഞ്ചം എന്ന് തുടങ്ങുന്ന ആ ഗാനം എഴുതിയത് ഈ കുമാരപിള്ളയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? അരളിപ്പൂക്കൾ, ഓർമ്മയുടെ കിനാവുകൾ, ഓർമ്മയുടെ സുഗന്ധം, സപ്തസ്വരം, ഇവയെല്ലാമാണ് പ്രധാന കൃതികൾ. ഇനി ഇദ്ദേഹത്തിന് ഏതെല്ലാം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പുരസ്കാരം, ഇവയൊക്കെയാണ് കുമാരപിള്ളയ്ക്ക് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള അവാർഡുകളും അംഗീകാരങ്ങളും. 2000 ഓഗസ്റ്റ് 16-ന് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു. അപ്പോൾ കവിയെക്കുറിച്ച് കുറച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾക്ക് കവിതയിലേക്ക് കടന്നാലോ? അപ്പോൾ ഈ വർഷം നമ്മൾക്ക് പുതിയ പുസ്തകമാണല്ലോ 7-ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൽ കേരള പാഠാവലി ഭാഗം 1-ൽ 1-ാം യൂണിറ്റ് ഇളം കാറ്റ് തെല്ലൊന്നു തൊട്ടെന്നു വന്നാൽ എന്ന ഭാഗത്താണ് ഒരു പ്രാരംഭം പോലെ ജി കുമാരപിള്ളയുടെ ഇലകൾ എന്ന കവിത വരുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതയിലെ കുറച്ച് വരികൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കവിത ഞാനൊന്ന് നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ഇലകൾ. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകെ, മഴക്കാറു കൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും, മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. ഈ കവിത നിങ്ങൾക്ക് മറ്റു ഈണങ്ങളിലും ചൊല്ലാവുന്നതാണ്. മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ നിങ്ങൾക്കായി ചൊല്ലിത്തരാം.
ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകേ. മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും. മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. കവിത വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ആശയമെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ കവിത എഴുതാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കവി യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രൊഫസറായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു അദ്ദേഹം. യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രൊഫസറായി ജോലി നോക്കുന്നതായിട്ടുള്ള കാലത്ത് ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പരിസരത്തായിട്ട് ധാരാളം മഹാഗണി മരങ്ങൾ ഉണ്ടായിരുന്നു. റോഡരികിലും മറ്റുമൊക്കെ ആയിട്ട് ധാരാളം മഹാഗണി മരങ്ങൾ ഉണ്ടായിരുന്നു. ഈ മഹാഗണി മരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവ വർഷത്തിൽ ഒരിക്കൽ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഉണങ്ങിയതുപോലെയാണ് നിൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ച നമ്മളുടെ കവി കണ്ടു. ആ കാഴ്ചയിൽ നിന്നാണ് ഈ ഇലകൾ എന്ന കവിത ഉണ്ടായിട്ടുള്ളത്. അതായത് പ്രകൃതിയിൽ മഴ വരുത്തുന്നതായിട്ടുള്ള സ്വാധീനം ആണ് ഈ കവിതയുടെ പ്രമേയം. ഉണങ്ങി എന്ന് തോന്നുന്നതായിട്ടുള്ള ആ മരത്തിൽ മഴ കൊണ്ടുവന്നിട്ടുള്ള മഹേന്ദ്രജാലം എന്തെല്ലാമാണെന്ന് ഇലകളിൽ കവി വളരെ മനോഹരമായി വിവരിക്കുന്നു. ഇനി നമുക്ക് കവിതയുടെ ആശയമൊന്ന് പരിശോധിക്കാം. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകേ. മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. ആ മരത്തിൻ്റെ അവസ്ഥ ഒരു വാങ്മയ ചിത്രമായിട്ടാണ് കവി ആദ്യത്തെ 4 വരികളിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കൂ. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകേ. അപ്പോൾ ഉണങ്ങിയിട്ടും ചുളിഞ്ഞിട്ടും കരിഞ്ഞിട്ടും മൊരിഞ്ഞിട്ടും ദ്രവിച്ചതുപോലെയുള്ള പൊടിഞ്ഞു വീഴാറായതുപോലെ നിൽക്കുന്നതായിട്ടുള്ള ആ മരക്കൊമ്പ് കണ്ടപ്പോൾ മഴമേഘത്തിന് വിഷമം തോന്നിക്കാണും. അതുകൊണ്ടാണ് മഴമേഘങ്ങളാണല്ലോ മഴയായിട്ട് പെയ്യുന്നത്. മഴ എന്ത് ചെയ്യാണ്? താഴത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. അപ്പോൾ ആകാശം മഴ പെയ്യിച്ചു, അല്ലെങ്കിൽ മേഘങ്ങൾ മഴയായി താഴേക്ക് വന്നു. ആ മഴത്തുള്ളികൾ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലും വീണു. അതാണ് ആദ്യത്തെ 4 വരികളിൽ പറയുന്നത്. ഇനി അടുത്ത വരികൾ നോക്കൂ. മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും. മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. ഇവിടെ ആ മഴത്തുള്ളികൾ ഈ മരച്ചുവട്ടിൽ എത്തിയപ്പോൾ, അല്ലെങ്കിൽ മഴ ആ മരത്തിനടുത്ത് എത്തിയപ്പോൾ, മഴ കൊണ്ടപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ആ മരത്തിനുണ്ടായത്? മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം. മഹേന്ദ്രജാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രജാലം തന്നെ, മാജിക് അല്ലേ? ആ മഴത്തുള്ളി തൊട്ടപ്പോൾ ഈ വൃക്ഷം എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? തരിച്ചു, തുടിച്ചു. അതിൻ്റെ ഉള്ളമൊക്കെ തുടിച്ചു. നമ്മുടെ ഉള്ളൊക്കെ തുടിക്കുക എന്ന് പറയാറില്ലേ? നമ്മുടെ മനസ്സിൽ സന്തോഷമൊക്കെ ഉണ്ടായി. അതുപോലെ ഈ ഉണങ്ങാറായിട്ടുള്ളതായിട്ടുള്ള ആ മരക്കൊമ്പിനും വളരെയധികം സന്തോഷമായി. അതാണ് തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും. എങ്ങും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും, അതായത് മരണശയ്യയിൽ എന്നതുപോലെയായിരുന്നു ഈ മരത്തിൻ്റെ അവസ്ഥ. ഏത് നിമിഷവും അത് ചിലപ്പോൾ കടപുഴകി വീഴുകയോ മറ്റോ ചെയ്യുമായിരുന്നിരിക്കാം. അങ്ങനെയുള്ള ആ മരത്തിലേക്കാണ് എന്തു കൊണ്ടുവരുന്നത്? മഴ കൊണ്ടുവരുന്നത് ഈ മാറ്റങ്ങളെല്ലാതും. അതായത് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതായിട്ടുള്ള ആ മരക്കൊമ്പിലെല്ലാം എന്തുണ്ടായി? ചെറിയ ഇലകളുടെ പൊടിപ്പും കുനുപ്പുമൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും. തോറും പറഞ്ഞാൽ ഓരോ മരക്കൊമ്പിലും എന്നാണ് അർത്ഥമാക്കുന്നത്. ആ മരക്കൊമ്പിലെല്ലാം കുനുത്തു, ചെറുതായിട്ട് ഉണ്ടായി വരാനായിട്ട് തുടങ്ങി മുകുളങ്ങൾ, ഇലയുടെ മുകുളങ്ങൾ. അത് കുരുത്തു, മുളപ്പായ്, പൊടിപ്പായ്, എല്ലായിടത്തും ഇങ്ങനെ വ്യാപിക്കാനായിട്ട് തുടങ്ങി. അതായത് വൃക്ഷത്തിൻ്റെ ഓരോ കൊമ്പിലും
ഇലകൾ ഇങ്ങനെ ഉണ്ടായി വരാനായിട്ട് തുടങ്ങി എന്നാണ് ഈ ഭാഗത്തു കൂടി കവി നമ്മളോട് പറയുന്നത്. അപ്പോൾ കവിതയുടെ ആശയം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഈ കവിതയുടെ അടിഭാഗത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണത്? കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഈ കവിതയിലെ ആശയം തന്നെയാണ് ഈ ചിത്രത്തിലും ഉള്ളത്. അല്ലെങ്കിൽ ഈ ചിത്രം കണ്ടാൽ നമ്മൾക്കും ഇതുപോലെയുള്ള ആശയം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല, മഴയുടെ പ്രാധാന്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മരങ്ങൾ വെട്ടുന്നത് കാണാറുണ്ട്. പക്ഷേ മരങ്ങൾ വെട്ടിയാൽ നമ്മൾ ധാരാളം മരങ്ങളൊക്കെ അല്ലെങ്കിൽ മരത്തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കണം, അല്ലേ? എങ്കിൽ മാത്രമാണ് വരും തലമുറകൾക്കും എന്തുണ്ടാവുകയുള്ളൂ? ശുദ്ധവായു ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈ മരങ്ങളുടെ കുളിർമ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കവിതയിൽ കൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കവി പരോക്ഷമായിട്ട് പല സന്ദേശങ്ങളും ഇതിൽ കൂടി നമ്മൾക്ക് തരികയും ചെയ്യുന്നുണ്ട്. ഇതിൽ കഠിനമായിട്ട് അർത്ഥം പറയാനായിട്ടുള്ള അല്ലെങ്കിൽ കഠിന പദങ്ങളൊന്നും കാര്യമായിട്ടില്ല. എല്ലാ വാക്കുകളും ഒരുവിധം നിങ്ങൾക്കൊക്കെ പരിചയമുള്ളത് തന്നെയാണ്. പര്യായമായിട്ട് പറയാവുന്ന ചില വാക്കുകൾ ഇല, മരം, കൊമ്പ്, മഴ, തുള്ളി, ജാലം, ഇങ്ങനെയുള്ള ചില പദങ്ങളൊക്കെ നിങ്ങൾക്ക് പര്യായമായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം.